നമസ്കാരം. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുദർശനൻ ജ്യോത്സ്യർ കവലയൂർ. നമ്മുടെ ജ്യോതിഷ വിഷയങ്ങളിൽ നിന്നും അല്പം കൂടി വ്യതിചലിച്ചുകൊണ്ട് ജ്യോതിഷവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ശാസ്ത്ര വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത് മാസഫലമോ അല്ലെങ്കിൽ രാശിഫലങ്ങളോ ഒന്നുമല്ല. നമ്മുടെ പൗരാണികരായിരിക്കുന്ന ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ള സംഭാവനകളിൽ ഒന്നാണ് സംഖ്യാശാസ്ത്രം. ആ സംഖ്യാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എങ്ങനെയാണ് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നമ്മുടെ മനുഷ്യരിലെ സ്വാധീനം ചെലുത്തുന്നതെന്നുള്ള കാര്യം നമ്മൾ എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പലരും അത്യുന്നതങ്ങളിലൊക്കെ ഇരിക്കുന്ന പലരും ഈ സംഖ്യാ വിഷയത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണെന്നുള്ളത് നമുക്ക് പലതും കേട്ടും കണ്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഇവിടെ നമ്മൾ 1 മുതലുള്ള 4 വരെയുള്ള അക്കങ്ങളെ സംബന്ധിച്ചുള്ള ഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന 4 വരെയുള്ള സംഖ്യ കഴിഞ്ഞപ്പോൾ 5-ാമത്തെ സംഖ്യയുടെ ഫലങ്ങളാണ് നമുക്കിപ്പോൾ ഞാനിന്നിവിടെ എടുക്കുന്നത്. 5 എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ 5 എന്ന് പറയുന്ന സംഖ്യ വരുന്ന നമ്മളെ നാമാക്ഷരങ്ങൾ കൂട്ടിയാൽ 5 വരുന്നത് ഏതാണോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 14, 5, 14 അതുപോലെ തന്നെ കൂട്ടി നോക്കിയാൽ വരുന്ന 5 വരുന്ന മറ്റ് തീയതികളും ഏതാണോ ആ തീയതികളും 31-നകത്ത് നമുക്ക് വരുന്നതായ മറ്റ് തീയതികളും മൊത്തം 4 തീയതികൾ അതിനകത്ത് വരും. ആ 4 തീയതികൾ കൂട്ടുമ്പോൾ 5 വരുന്നതും നിങ്ങളെ നാമാക്ഷരങ്ങളെ സംബന്ധിച്ച് കൂട്ടുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ എങ്ങനെ കൂട്ടും എന്നൊരു ചോദ്യം വരാമല്ലോ. അപ്പം നമുക്ക് ഈ 26 അക്ഷരങ്ങളിലും നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു 8 വരെയുള്ള സംഖ്യകളാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. എ മുതൽ ABCDE പറയുന്ന 5നും 5 വരെയുള്ളത് ക്രമത്തിൽ 1, 2, 3, 4, 5 എന്നുള്ള സംഖ്യകൾ തന്നെയാണ് വരുന്നത്. അതിൽ BKRE 3നും വരുന്ന സംഖ്യകളെന്ന് പറയുന്നത് 2ആണ്. അവിടെ CGLS ഇത് 3 ഇത് വരുന്ന ഈ അക്ഷരങ്ങൾക്കെല്ലാം 3ആണ് ഇതിൻ്റെ സംഖ്യകൾ വരുന്നത്. DMT ഈ സംഖ്യകൾക്കെല്ലാം വരുന്നത് 4ആണ്. വിശേഷിച്ചും ENHX ഈ പറയുന്ന അക്ഷരങ്ങൾക്കെല്ലാം 5ആണ്, 5 ആണ് അതിൻ്റെ സംഖ്യ. വിശേഷിച്ചും UVW 6ആണ് അതിൻ്റെ നമ്പർ. OZ എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾക്ക് 2 അക്ഷരങ്ങൾക്കും വരുന്നത് നമ്മൾ 7ആണ് വരുന്നത്. FP എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾക്കും 8 ആണ് ഈ സംഖ്യ വരുന്നതെന്ന് ഓർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാമങ്ങൾ എഴുതി കൂട്ടുക. വിശേഷിച്ചിപ്പോൾ റോഷൻ എന്ന ഒരു പേര് നമ്മൾ എഴുതി തമ്മിൽ കൂട്ടി നോക്കുക. ആ റോഷൻ എന്ന പേര് എഴുതി കൂട്ടുമ്പോൾ സംയുക്ത സംഖ്യയായിട്ട് നമുക്ക് 23 എന്ന സംഖ്യ നമുക്ക് വരും. ഈ 23 എന്നുള്ള സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ ആ സംയുക്ത സംഖ്യയെ അക്കമാക്കുമ്പോൾ അത് 5ആയിട്ട് നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് വേറൊന്ന് കൂട്ടുമ്പോഴത്തേക്ക് ഇപ്പോൾ മുസ്തഫ എന്ന് നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് 32 എന്നുള്ള സംഖ്യ അതിന് വരും. അതും തമ്മിൽ കൂട്ടിയാൽ അതും 5 വരും. ഇങ്ങനെ സുബൈർ എന്ന് എഴുതി കൂട്ടിക്കാൽ അതല്ല ഇങ്ങനെ നമുക്ക് ഓരോന്ന് സുബൈർ എന്ന് കൂട്ടണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ 2 പേരുകൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ആ ഉദാഹരണമാക്കി നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൻ്റെ ഫുൾ നെയിം അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ എഴുതി കൂട്ടുക. എഴുതി കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 5 എന്നുള്ള അക്ഷരം വരികയും നിങ്ങളുടെ ജനന തീയതി നേരത്തെ പറഞ്ഞതുപോലെ 5, 14, 23 ഇങ്ങനെയുള്ള സംഖ്യകൾ വരികയാണെങ്കിൽ ആ സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ 5 വരും. ഇപ്പം നാമാക്ഷര സംഖ്യയും നിങ്ങളുടെ തീയതിയായിരിക്കുന്ന 5 എന്നുള്ള സംഖ്യയും തമ്മിൽ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങളുടെ ഒരു കേദാരമായിട്ട് മാറാനുള്ള സാധ്യത നമുക്കുണ്ട് എന്നാണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോഴത്തേക്ക് ആ അക്കത്തിൻ്റെ ഗ്രഹമെന്ന് പറയുന്നത് നമുക്ക് ബുധനാണ്. ബുധൻ എന്താണ് പറയുക? വിദ്യാകാരകനായിരിക്കുന്ന ഗ്രഹമാണ്. വിശേഷിച്ച് ആ ബുധനെ കൊണ്ട് നമുക്ക് അത്യുന്നതമായിരിക്കുന്ന സ്ഥാനമാനങ്ങളിലേക്കും വളരെ വളരെ ബുദ്ധിമുട്ട് 2 രാശികളുള്ളത് കൊണ്ട് നിങ്ങൾ ജനിച്ചിരിക്കുന്നതും കൂടി ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന മിഥുനൻ രാശിക്കൂറിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കന്നിരാശിക്കൂറിലോ മിഥുനൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അരയും തിരുവാതിരയും ഹൃദയത്തിൻ്റെ മുക്കാലും വരുന്നതായ മിഥുനൻ രാശിക്കൂറിലോ ആണ് ജനിച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ അരയും വരുന്ന കന്നിക്കൂറിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ലഗ്നമാണ് വരുന്നതെങ്കിൽ ഈ 2ൻ്റെ അധിപൻ ബുധനാകുന്നു. ഈ ബുധൻ്റെ സംഖ്യയാണ് 5. 5 എന്ന് പറയുന്ന സംഖ്യയുടെ ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ആ ബുധനെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
വിശേഷിച്ചും നമുക്ക് ജ്യോതിശാസ്ത്രം ഗൂഢമായിരിക്കുന്ന ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും കണക്കുകളിലുള്ള വൈദഗ്ധ്യങ്ങളും മറ്റും വിശേഷിച്ചും തച്ചുശാസ്ത്രമാകട്ടെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കണക്ക്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകനായിട്ട് മാറുക, അധ്യാപകനായിട്ടോ അതുമായിട്ട് ബന്ധപ്പെടുന്നതോ വിദ്യാഭ്യാസ മേഖലകളിൽ വിരാജിക്കുക. അങ്ങനെ മാത്രമല്ല വിദ്യാമാതുല, ഗണിത, കാര്യ, നർത്തന, വൈദ്യ, ഹാസ, ശ്രീ, ശില്പ, വിദ്യാധികാരക ബുധ, ഈ അഞ്ചക്കക്കാരൻ ഒരുപക്ഷെ ഹാസ്യാത്മകമായിട്ട് നാടകം, അലങ്കാരം മുതലായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. ഹാസ്യാത്മക അവതരണങ്ങളെ കൊണ്ടും ജനശ്രദ്ധ പിടിച്ചു പറ്റുക. അങ്ങനെയുള്ള കാര്യാദികളിലും അങ്ങനെയെങ്കിൽ കൈത്തൊഴിലുകളിൽ വിശേഷിച്ചും തുന്നൽ ജോലികൾ, അതുപോലെ ഉണ്ടാകുന്ന ശില്പപണികൾ തുടങ്ങിയിരിക്കുന്ന സർവ്വ മേഖലകളിലും ഇവർക്ക് വിരാജിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കിട്ടാനും ഈ സംഖ്യ നിങ്ങൾ ക്രമേണ ഈ സംഖ്യ ഏതൊരു രംഗത്തും ഈ 5 എന്നുള്ളൊരു സംഖ്യ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു തീയതി മുഹൂർത്തം കുറിക്കുമ്പോഴും ഈ 5 തീയതി കിട്ടുമെന്നുണ്ടെങ്കിൽ ആ 5 തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി 5 എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ആവട്ടെ, 14 ആകട്ടെ, അതല്ലെങ്കിൽ 23 ആകട്ടെ, ഈ പറയുന്ന ഏതെങ്കിലും കൂട്ടിയാൽ സംയുക്ത സംഖ്യയാണെങ്കിൽ പോലും തമ്മിൽ കൂട്ടുമ്പോൾ അത് ഈ 5 എന്ന് വരണം. ആ കണക്കിനുള്ള ഏത് ഡേറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജീവിതത്തിലുടനീളം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധാപൂർവം നിങ്ങൾ നേടിയാൽ, നിങ്ങൾ ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരുന്നാലും അത് ഈ സംഖ്യകൾ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളെ ഭാഗ്യസംഖ്യയായി കണ്ടുകൊണ്ട് ഇത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം നിങ്ങൾ ഭാഗ്യക്കുറി എടുക്കുക, അല്ലെങ്കിൽ ചിട്ടിയിൽ ചേരുക മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി വരാനുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തമ്മിൽ കൂട്ടിയാൽ ഈ 5 വരുന്നതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ 5 നിങ്ങൾക്ക് ഭാഗ്യത്തെ തരുന്നതിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച തോന്നുന്നു എങ്കിൽ, നമ്മൾ ബുധൻ്റെ ക്ഷേത്രമായിരിക്കുന്ന ഈ മിഥുനവും കന്യയുമാണല്ലോ അതിൻ്റെ ഗ്രഹത്തിൻ്റെ രാശികളെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7, 5, 12 മിഥുനൻ രാശിയുടെ സംഖ്യ. അത് ജ്യോതിഷപരമായിട്ട് മിഥുനൻ രാശിയുടെ സംഖ്യയാണ്. അപ്പോൾ 7, 5, 12, 12നെയും 5നെയും തമ്മിൽ കൂട്ടുമ്പോൾ അത് 17 എന്ന് വരും. അപ്പോൾ 17 എന്ന് വരുമ്പോൾ 8 അതിൻ്റെ സംഖ്യയായിട്ട് വരുന്നത്. അതല്ല, കന്നിക്കൂറിനാണ് എടുക്കുമ്പോൾ, കന്നിക്കൂറിൻ്റെ അല്ല ബുധൻ്റെ ഉച്ചരാശിയുടെ അധിപതിയായിരിക്കുന്ന കന്നിക്കൂറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, കന്നിക്കൂറിൻ്റെ അധിപനാണ് നിങ്ങളെങ്കിലും, നിങ്ങൾ ജനിച്ചിരിക്കുന്ന കന്നിക്കൂറിലോ ലഗ്നത്തിലോ ആണെങ്കിലും ഈ പറയുന്നതിനകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് 7, 5, 12, 6, 8, 6, 8, 6, 4, അപ്പോൾ നിങ്ങൾക്ക് 6 എന്ന് പറയുന്ന സംഖ്യയും കൂടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് മാർഗ്ഗങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും 5 തന്നെയാണ് നിങ്ങളുടെ പ്രധാനമായിട്ട് വരുന്നത്. 5 എന്നുള്ള തീയതി തന്നെ നിങ്ങൾ എടുത്തുകൊണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂറോ രാശിയോ ഏതെങ്കിലും ഒന്നുകൂടി വരികയാണെങ്കിൽ ആ രാശിക്കൂറിൻ്റെ സംഖ്യ കൂടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്നത്. അത് അറിവുള്ളവരുമായിട്ട് ചിന്തിച്ചിട്ട് വേണം അത് എടുക്കാനുള്ളത്. അങ്ങനെ ഈ സംഖ്യകളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുടനീളമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക. അത് ഭാഗ്യവും ഐശ്വര്യവും. നിർഭാഗ്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന നിങ്ങൾക്ക്, നമ്മൾ മനുഷ്യരെല്ലാം തന്നെ ഭാഗ്യാന്വേഷികളാണ്. എങ്ങനെ ഭാഗ്യം, ഏത് വഴിയിൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതായ ജിജ്ഞാസയുള്ളവരാണ് നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഭാഗ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതിനുള്ള ഒരു നെഗറ്റീവ് സൈഡിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ ഉപകരിക്കുന്നതാണ് ഈ സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടും, നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം ഈ ബുധനെന്ന് പറയുന്നതായ നിങ്ങളുടെ സംഖ്യയുടെ അധിപനായിരിക്കുന്ന ബുധൻ നിങ്ങൾക്ക് ശ്രീരാമാദ്യ അവതാര വിഷ്ണുരിതര ക്ഷേത്ര ചന്ദ്രാത്മജ എന്നുള്ളതുകൊണ്ട് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, വിഷ്ണു മുതലായിരിക്കുന്ന ദേവന്മാരെ നിങ്ങൾ ജീവിതത്തിലുടനീളം കൂടുതൽ വളരെ പ്രാധാന്യത്തോടു കൂടി അതിനെ ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ മേന്മകളെല്ലാം ഉണ്ടായി വരുമെന്നുള്ളത്. അപ്പോൾ ജ്യോതിഷത്തിലാണെങ്കിൽ 9ാം ഭാവം കൊണ്ടാണ് ഉപാസനാമൂർത്തി ചിന്തിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളെ സംഖ്യയെ കൊണ്ടും ഇത് പറയുന്നുണ്ട്. ആ സംഖ്യ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല പല മേഖലകളിലോട്ടും കടന്നു പോകുന്നതിനും വളരെ വളരെ ശ്രേയസ്കരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും, നിങ്ങളൊരു മധ്യവർത്തിയാണെങ്കിൽ പോലും ഏറ്റവും താഴേക്കിട നിൽക്കുന്നതാണെങ്കിൽ അതിൽ നിന്നുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും, നിങ്ങളെ സദസ്സുകളിൽ ശോഭിക്കാനും, അല്ലെങ്കിൽ നല്ല വാഗ്ധോരണിയോടുകൂടി മറ്റുള്ളവരെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരാളും കൂടിയായിരിക്കും എന്നുള്ളത് കൂടി ഈ പറയുന്ന അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അക്കങ്ങളെ കൊണ്ടും
നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 5 എന്ന് പറയുന്ന അക്കത്തിൻ്റെ ഭാഗ്യം കൊണ്ടുവരുന്ന വഴികൾ. നിങ്ങൾ നല്ലത് നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി വേണമെന്നുണ്ടെങ്കിൽ വിദേശത്തും രാശികളിലും വിദേശത്തൊക്കെ പോയി സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ നിങ്ങൾ ഈ 5 തന്നെ ഉപയോഗിച്ചു കൊള്ളുക. അവിടെ ഏത് കാര്യത്തിനും അത് രഹസ്യമായി നിങ്ങളത് ഭാഗ്യസംഖ്യ രഹസ്യമായിട്ടിരിക്കട്ടെ, നിങ്ങൾ തന്നെ മാത്രം അറിഞ്ഞാൽ മതി. ആ സംഖ്യ കൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിച്ചു കൂട്ടും മറ്റെല്ലാം. അങ്ങനെ അഥവാ എന്തെങ്കിലും ആ സംഖ്യകൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും നേരത്തെ പറഞ്ഞതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഒന്ന് പരിശോധിക്കുക. ഇതാണ് നാമാക്ഷര സംഖ്യയും അതിൻ്റെ നമ്മൾ ജനിച്ച തീയതിയുമായിട്ടുള്ള സംഖ്യ ഒത്തുവരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആ സംഖ്യയും കൂടെ ഒത്തുവരുമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബുധനാഴ്ച ദിവസം ബുധനാഴ്ച തുടങ്ങിയിട്ടുള്ള ചില ദിവസങ്ങളെല്ലാം ആഴ്ചകൾ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടിരിക്കും. കാരണം ആ ആഴ്ചകളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നല്ലതായിട്ടിരിക്കും. മരതകം എന്ന് പറയുന്നതിനായിരിക്കുന്നതായ അല്ലെങ്കിൽ എമറാൾഡ് എന്ന് പറയുന്ന ഒരു രത്നവും അതിന് ബന്ധുവായിരിക്കുന്ന ഒരു രത്നവും കൂടി ചേർത്തുകൊണ്ടും അകഭാഗം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പണായിട്ട് കൊടുത്ത് മാക്ക് ചെയ്ത് ആ രത്നം ജീവിതത്തിലുടനീളം ധരിക്കുന്നതും നമുക്ക് നല്ലതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കാം, അപ്പോൾ പിന്നെ നേരത്തെ പറയുന്ന നക്ഷത്രങ്ങളും രത്നങ്ങളും അത് വ്യത്യാസം വരില്ലേ, അപ്പോൾ അവർ പരസ്പര വിരുദ്ധതായിട്ട് വരില്ലേ? ആ വിരുദ്ധത വരാതെ തന്നെ ഈ രത്നവും നിങ്ങൾക്ക് വരുന്ന ആ കൂറൻ്റെ രത്നവും തമ്മിലൊക്കെ വരുന്ന യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക, പരിശോധിച്ചെടുക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിലിടാൻ ഇടരുത്. അതിനിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ മറുപടി കിട്ടിയെന്ന് വരില്ല. ഒന്നുകിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. ഫീസ് അടച്ച് കാര്യങ്ങൾ അറിയേണ്ടവർ മാത്രം വാട്സാപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കത്രയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം. കാര്യങ്ങളൊക്കെ നന്ന് വരട്ടെ. നല്ല നിങ്ങൾക്ക് 5 എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.